പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിനും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ചയാണ്. ഈ സുന്ദരമായ ഞായറാഴ്ചയിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും സമൃദ്ധമായി നേരുന്നു. നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ലോകമുള്ള എല്ലാ ജനങ്ങളെയും കർത്താവിന്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് കാത്തു പരിപാലിക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കാം. വലിയ ദുരന്തങ്ങളിലൂടെ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന പ്രയാസം നിറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്കറിയാം. കരിപ്പൂരിലെ വിമാന അപകടം, അതുപോലെ രാജമലയിലെ ഉരുൾപൊട്ടൽ, അതുകൂടാതെ കോവിഡിലെ പ്രശ്നങ്ങൾ, കൊറോണ രോഗങ്ങൾ, തീരദേശ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വെള്ളത്തിൻ്റെ കയറ്റവും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ദൈവമേ ഈ ജനത്തെ സംരക്ഷിക്കണമേ എന്ന വിനയത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ബലി പങ്കുചേരാം. നമുക്കറിയാം, ആരും പോലും സഹായത്തില്ലാത്ത ജനങ്ങളെയും അവരുടെ കണ്ണീരുകളെല്ലാം ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിക്കാം. ദൈവമേ, എല്ലാവർക്കും അങ്ങ് കൂട്ടായിരിക്കണമേ. ഞങ്ങളങ്ങേ കർത്താവെ രക്ഷിക്കണമേ എന്ന് പത്രോസ്ലീഹ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ആഴങ്ങളിലേക്ക്, കടലിലേക്ക് ആഴ്ന്നു വന്ന് പത്രോസ്ലീഹ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ രക്ഷിക്കണമേ. ഈ ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. രക്ഷിക്കണമേ കർത്താവെ, എല്ലാ ജനങ്ങളെയും വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെടുതിനും എല്ലാ ആപത്തുകളും അവിടെ എല്ലാ പ്രയാസങ്ങളും സ്നേഹം തന്നെ കർത്താവിനെ സമർപ്പിക്കാം. ഏത് കാറ്റിനെയും കടലിനെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ കടൽ കടന്നും മലകൾ കടന്നും ഈശോ നമ്മുടെ മധ്യേ നമ്മുടെ അടുത്തെത്തും. ആ വലിയ വിശ്വാസമാണ് നമുക്കുള്ളത്. ആ വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ സമർപ്പിച്ച് ബലിയെ പങ്കുചേരാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ജന്മദിനം ആഘോഷിക്കുന്നവരെയും, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും എല്ലാവരും സമർപ്പിച്ച് ഈ ബലി ഭക്തിപരം എല്ലാവരും പങ്കുചേരുക. കരങ്ങൾ കൂപ്പി വിശുദ്ധിയോടെ കർത്താവിനെ കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, വേശ്മയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ ആകിയാൽ നിത്യനിയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരുടെ വിശുദ്ധ സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്
സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാവങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതരായി അങ്ങനെ ഞങ്ങൾ അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. നിത്യപുത്രന്റെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കുകയും അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി എന്നും ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ആണ്ടുകൂട്ടത്തിലെ 19-ാം ഞായർ. ഒന്നാം വായന രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 19-ാം അധ്യായം 9 മുതൽ 11 വരെയും 13 വാക്യങ്ങൾ. അക്കാലത്ത് ഏലിയ ഹൊറേബ് മലയിലെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നു, പാറകൾ തകർത്തുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞു, ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലേക്ക് കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തിൽ നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായ വിളവ് നൽകും. നീതി അവിടുത്തെ മുമ്പിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വേദം പറയുകയല്ല. എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷി നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിലടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറ അനുസരിച്ച് തന്നെ എനിക്ക് ഉറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാന മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ.
വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജനസമൂഹത്തെ പിരിച്ചുവിടുന്ന ശേഷം തനിക്ക് മുമ്പേ ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി മറുകരയിലേക്ക് പോകാൻ യേശു പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന ശേഷം ഏകാന്തൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് ഇറങ്ങി. രാത്രിയായപ്പോൾ അവനവിടെ തനിച്ചായി. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ ദൂരം അകന്നുകഴിഞ്ഞു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകൾ പെട്ട് അത് വല്ലാതെ വരുന്നു. രാത്രി 4-ാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവൻ്റെ അടുക്കലേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിന്ന് വിളിച്ചു. ഉടനെ അവൻ അവനോട് സംസാരിച്ചു. ധൈര്യമായിരിക്കും, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങ് അടുക്കിലേക്ക് വരാൻ കൽപ്പിക്കുക. അവൻ പറഞ്ഞു, പത്രോസേ, വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിനുള്ളിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്നു വരും. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. അവൻ യേശു കൈനീട്ടി അവനെ പിടിച്ചു കൊണ്ട് പറഞ്ഞു, ആത്മവിശ്വാസി, നീ സംശയിച്ചതിന്. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശ്രമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവൻ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായ ദൈവത്തിനാണെന്ന് ഏറ്റുപറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നല്ലത്. ആണ്ടുവട്ടത്തിലെ 19-ാമത്തെ ഞായറാഴ്ച. ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചിട്ടുള്ളത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ. സുന്ദരമാണ്. ഏലിയ പ്രവാചകൻ പേടിച്ച് വിറച്ച് ജസബലിൽ നിന്നും ആഹാബ് രാജാവിൽ നിന്നുമെല്ലാം ഓടുകയാണ്. അദ്ദേഹം ഓടി ഒരു മലയുടെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ദൈവം ഏലിയായെ വിളിക്കുകയാണ്. ഏലിയ പുറത്തേക്ക് വരും. എന്നിട്ട് നീ അങ്ങനെയുള്ള ഒരു മലയിലേക്ക് ചെല്ലുക, നിനക്ക് അവിടെ ചെന്ന് കാണാമെന്ന് പറയുന്നു. ഏലിയ ആ മലയിലേക്ക് ചെല്ലുന്നു. പ്രേമളെ അവിടെ ചെല്ലുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് അവിടെയുള്ള പാറകളും പാറകഷങ്ങളൊക്കെ ചിന്നിച്ചെറിയപ്പോൾ ഭൂകമ്പം വരുന്നു. ഏലിയ വിചാരിച്ചു ദൈവം ഇതിലൂടെ കടന്നു വരും. ഏലിയ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ദൈവത്തെ കാണാനില്ല. ഏലിയ നോക്കാൻ നിർത്തുന്ന വളരെ മൃദുലസ്വരത്തോടെ ശാന്തമായ ഒരു കാറ്റ് വരുന്നു. അതിലൂടെ ദൈവം ഏലിയോട് സംസാരിക്കുന്നു. നിങ്ങളെ ദൈവം ഏലിയോട് സംസാരിക്കുന്നത് മലയുടെ മുകളിൽ വെച്ചാൽ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് എപ്പോഴും ശാന്തമായ സമയത്ത്. അതുകൊണ്ട് നീ ശാന്തനാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ എല്ലാ ബഹളങ്ങളുടെയും എല്ലാ ബിസിനസ്സുകളെയും എല്ലാ ജോലികളെയും എല്ലാ ഒച്ചപ്പാടുകളൊക്കെ മധ്യേ ശാന്തമായിരിക്കുക. ദൈവത്തിന് സന്നിധി ദൈവം നമ്മോട് സംസാരിക്കുക. അതല്ലേ ഈശോ അതിരാവിലെയും രാത്രിയിലും ആരും കാണുന്നില്ല, നിശബ്ദമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിന്റെ മകനാണ്. നമ്മൾ ശാന്തമായി ദൈവസന്നിധിയിൽ ദൈവം പറയുന്നത് കേൾക്കാം. മോശ, അബ്രഹാം അവരെല്ലാം രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് ശാന്തമായി സംസാരിക്കുക. ദൈവം അവരോട് സംസാരിച്ചു. നമ്മളെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് പ്രിയപ്പെട്ടവരെ, ശാന്തതയും എളിമയും എപ്പോഴും വിനയത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ വായന പൗലോസ്ലീഹ റോമാക്കാർക്ക് എന്ന ലേഖനമാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നു, ഞാനൊരു ജാതിയനാണ്, അന്യജാതിക്കാരനാണ്. ഇസ്രായേൽ ജനമെല്ലാം യഹൂദന്മാരെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെടാണ്. ദൈവത്തിന്റെ വംശമാണ് ഇസ്രായേൽ ജനം. അവർ ഉടമ്പടിയുള്ളവർക്ക് ദൈവമായിട്ടുള്ള ഉടമ്പടി. അതുപോലെ അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവം 10 കൽപ്പന നൽകി അനുഗ്രഹിച്ചവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇങ്ങനെ രാജകീയ വംശമാണ്, പുരോഗതി ജനമാണെന്നൊക്കെ ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ്. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുകയും ദൈവത്തെ അകന്നു പോവുകയും ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്ന പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉടമ്പടി പാലിക്കുന്നവരും രാജകീയ വംശജമായ ഇസ്രായേൽ ജനതമേ, നിങ്ങൾ കർത്താവിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മളെപ്പോഴും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറക്കരുത്. ദൈവം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട മകനാണ്. ഒരു ക്രൈസ്തവരെന്ന രീതിയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ കുമ്പസാരത്തിലൂടെ, നമ്മൾ അതുപോലെ തന്നെ ദീപലിയിലൂടെ എല്ലാം ദൈവം നൽകുന്ന കൃപകൾക്ക് ഉടമ്പടി അതൊന്ന് പാലിക്കുക. വിവാഹിതരായിരിക്കുന്ന ദമ്പതികളെ എടുത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ഉടമ്പടി എന്നും പാലിക്കാം.
വൈദികൻ എന്ന നിലയിൽ, സന്യസ്തൻ എന്ന രീതിയിൽ എടുത്ത് കൊടുമണി ഏറ്റവും ഭംഗിയായി പാലിക്കുക. അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ടില്ല. കഷ്ടപ്പാടുകളും പ്രയാസം മധ്യ ദൈവത്തെ സ്തുതിക്കുക. ഇനി പ്രിയമുള്ള വിശുദ്ധ സുവിശേഷം കർത്താവ് വിശുദ്ധ കടലിന് മീതെ കടന്നു വരും. നമുക്കറിയാമല്ലോ, യേശോ മലയിൽ ഏകാന്തം പ്രാർത്ഥിച്ച ശേഷം ഇതാ കടലിലേക്ക് നടന്നൊഴുകി. എന്താണ്? തന്റെ ശിഷ്യന്മാരെ ഇതാ കൊടുങ്കാറ്റിൽപ്പെട്ട്, തിരമാലയിൽപ്പെട്ട്, ശക്തമായ മഴയിൽപ്പെട്ട് പ്രയാസം ഈശോ നടന്നു വരുന്നു. ഈശോ നടന്നിങ്ങനെ കടലിൽ മീതെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞാ ഭൂതം മന്നി. അപ്പൊ പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞു ഭൂതമൊന്നുമല്ല, ഇത് ഞാനാണ്. അങ്ങനെ ദൈവം ഇതാ അവരെ മധ്യേ കടലിൽ മീതെ നടന്നു വരുമ്പോൾ പത്രോസിലേക്ക് പറഞ്ഞു, അങ്ങാണെങ്കിൽ ഞാനും ഈ കടലിൽ മീതെ നടന്നു വരട്ടെ. ഈശോ പറഞ്ഞു വരൂ. ഇതാ പത്രോസിലേക്ക് കടലിൽ മീതെ നടന്നു വരുമ്പോൾ ശക്തമായ കാറ്റും നോട്ടം കർത്താവിൽ നിന്ന് മാറി. കർത്താവിനെ അല്ല, കാറ്റിനെയും കടലിലേക്ക് നോക്കിയപ്പോൾ ഇതാ പ്രിയമുള്ളവരെ, പത്രോസിലേക്ക് വെള്ളക്കടലിലേക്ക് താണുകൊണ്ട് പത്രോസിലേക്ക് പറയും, കർത്താവെ രക്ഷിക്കണമേ. നമ്മുടെ എല്ലാം വിളിയാണ്. നമ്മളിങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ഈ ദിവസങ്ങളെല്ലാം നമുക്കറിയാം. കരിപ്പൂരിലെ വിമാന അപകടം, രാജമലയിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അല്ലെങ്കിൽ ചെല്ലാനത്തെ തീരദേശങ്ങളൊക്കെ കടൽ ആക്രമണം, ഇങ്ങനെ കടൽ രൂക്ഷം, ഇങ്ങനെ കടൽ വെള്ളം ഒഴുകി, അല്ലെങ്കിൽ ജലാശയങ്ങൾ ശക്തമായ മഴ വീണ് പുഴയെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴിയുമ്പോൾ എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവ് രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ശിഷ്യന്മാരെ പ്രയാസം അനുഭവിക്കുമ്പോൾ ഈശോ പ്രാർത്ഥന നിർത്തി ഇതാ രക്ഷിക്കുവാനായി കടലിന് മീതെ ശിഷ്യന്മാർ അടുക്കളയിൽ പോയി. ഏത് കടലിന് മീതെയും ഏത് മലയുടെ മുകളിൽ നിന്നെല്ലാം ഈശോ കർത്താവ് കടന്നു വന്ന് രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും നാം കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഉയരും. ഒരു ചെറിയ തെറ്റിലോ പാപത്തിലോ ഒക്കെ വീണ് താണു പോകാതിരിക്കുക എന്ന് ഈശോ കർത്താവ് പറയുന്നു. നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മെ താഴ്ത്തിക്കളയുന്ന, നമ്മെ തകർത്ത് കളയുന്ന പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടെങ്കിലും അവിടേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവിൻ്റെ മരക്കുരിശാണ് നമുക്ക് ശക്തിയായിട്ടുള്ളത്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക, ഒരു വലിയ കപ്പലിൽ യാത്ര ആരംഭിക്കുന്ന യുവാക്കന്മാർ ഇങ്ങനെ യാത്ര ആരംഭിക്കുന്നതുമായി ക്യാപ്റ്റൻ 1 മണിക്കൂർ നേരം മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരമാണ് അദ്ദേഹം മുട്ടുമേന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ യുവാക്കന്മാർക്ക് അസ്വസ്ഥമായി. അവർ പറയും, എന്തിനാണ് ഈ 1 മണിക്കൂർ നേരം ഇങ്ങനെ മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം ഒന്നും കൊണ്ടില്ല. കൃത്യം 1 മണിക്കൂർ നേരം ക്യാപ്റ്റൻ പ്രാർത്ഥിച്ചു. ആ ക്യാപ്റ്റൻ 1 മണിക്കൂർ കഴിഞ്ഞ് കപ്പൽ യാത്ര ആരംഭിച്ചു. എല്ലാവരും കൂടി യുവാക്കന്മാർ ഇങ്ങനെ കപ്പലിങ്ങനെ പുറംകടലിലേക്ക് പോയി. പുറംകടലിലെത്തിയപ്പോൾ ശക്തമായ തിരമാല, കൊടുങ്കാറ്റും മഴയൊക്കെ വന്നു. എല്ലാവരും പേടിച്ച് വിറച്ചു പോയി. എല്ലാവരും, എല്ലാ യുവാക്കന്മാർ പേടിച്ച് വിറച്ചു പോയി. ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ മരിച്ചു പോകുമോ? പ്രിയമുള്ള ക്യാപ്റ്റൻ അപ്പോഴും തൻ്റെ ശാന്തത, തൻ്റെ മനസ്സാന്നിധ്യം കളയാതെ കപ്പൽ നിയന്ത്രിച്ച് തീരത്തടിപ്പിക്കണം. അപ്പോൾ ഈ യുവാക്കന്മാർ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കപ്പൽ യാത്ര ആരംഭിക്കുന്നതുമായി ദൈവത്തോട് 1 മണിക്കൂർ പ്രാർത്ഥിച്ച്, എനിക്കറിയാം ശക്തമായ കാറ്റും മഴയും കൊടുങ്കാറ്റുകളും ഇവിടേക്ക് മധ്യേ കപ്പൽ നയിക്കേണ്ട ദൈവമാണ്. ദൈവം അത് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡൊക്കെ ഇങ്ങനെ കുടുംബജീവിതങ്ങളും അധ്വാനങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളെയും തിരമാലകളിൽപ്പെട്ട് മുന്നേറുമ്പോൾ അവിടെയൊക്കെ ശക്തിയായിട്ടുള്ളത് കർത്താവിൻ്റെ കുരിശാണ്, കർത്താവിൻ്റെ കൃപയാണ്. അപ്പം നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ കൈവിടില്ല. സാഹചര്യത്തെ പ്രത്യേകിച്ച് ചെങ്കടലൊക്കെ രക്ഷിച്ച ദൈവമായി കർത്താവാണ്. ബാലിന്റെ പുരോഹിതന്മാരിൽ നിന്നും എലിയായ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത്. നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും ഓർക്കാം, നമ്മളാകുന്ന ഇരുമ്പ് വളയം, ദൈവമാകുന്ന ശക്തമായിട്ടുള്ള കുരിശ്, അത് നല്ല കുരിശ്, കനമില്ലാത്ത വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുരിശ്, അത് പിടിച്ചുകൊണ്ട് നമ്മളെപ്പോഴും മുന്നോട്ടാക്കണം. ഒരിക്കലും ശിഷ്യൻ തന്നെ ഗുരുവിൻ്റെ അടുക്കൽ എന്ന് പറയുന്നത്, ഗുരുവേ, എൻ്റെ കയ്യിൽ ഇരുമ്പ് വളയുമുണ്ട്, ഒരു മരക്കഷമാണ്. ഇരുമ്പ് വള ഇത് വെള്ളത്തിലേക്ക് പൊങ്ങിപ്പോകും, മരക്കഷം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, എന്താണിത്? അപ്പോൾ ആ ഗുരു പറഞ്ഞു, ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാതിരിക്കാൻ, ഈ ഇരുമ്പ് വള മുങ്ങിക്കിടക്കാതിരിക്കാൻ ആ മരക്കഷം ചുറ്റുമായിട്ട് ഇരുമ്പ് വള ഘടിപ്പിക്കുക. ഇവിടെ ആ മരക്കഷത്തിനകത്തേക്ക് പുറത്തേക്ക് ഇരുമ്പ് വള പിടിപ്പിക്കുന്നു, വെള്ളത്തിലേക്ക് ഒരു കിണറ്റിലെ വെള്ളത്തിലേക്ക് ഇടുന്നു. ഇരുമ്പ് വളയും മരക്കഷം പൊങ്ങിക്കിടക്കുന്നു. ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന നമ്മുടെ ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും ഇരുമ്പ് വളയാണ്. നമ്മൾ മുങ്ങിപ്പോകാം. പക്ഷേ കർത്താവിൻ്റെ മരക്കുരിശ് പിടിച്ച് ആ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടാൻ സാധിക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും കുഞ്ഞുനാളിൽ വെള്ളം കോരാനായിട്ട്
കിണറ്റിൻകരയിലും അല്ലെങ്കിൽ വെള്ളമെടുക്കാൻ പൈപ്പിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അമ്മമാരെ വെള്ളം തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടി ഈ കുടത്തിന് മുകളിൽ അല്ലെങ്കിൽ ബക്കറ്റിന് മുകളിലൊക്കെ ഒരു ഇലയോ ഒരു മരക്കഷമൊക്കെ വെള്ളം തുളുമ്പി പോകരുത്. ഇപ്രകാരം നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ തിന്മയിലോ പാപത്തിലോ പെട്ട് ആഴ്ന്നു പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മരക്കുരിശ് പിടിച്ച് കർത്താവിൻ്റെ കാര്യങ്ങൾ പിടിച്ച് മുന്നേറുക. അവിടുന്ന് സ്വർഗീയമായ തീരത്ത് നമ്മെ അടുപ്പിക്കും. നമ്മൾ ശക്തമായ പ്രാർത്ഥനകൾ കർത്താവുമായി പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ നന്നായിട്ട് അധ്വാനിക്കണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വേണം. എന്ത് പ്രശ്നം വന്നാലും കർത്താവിനെ കുരിശിലേക്ക് നോക്കി നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ സ്വർഗീയമായ തീരത്തണയണം. അതിനെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ സർവൈശ്വര്യം നേരുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസപ്രമാണം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് സർവശക്തമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവ് ജാതനേക ദൈവത്തിൽ എല്ലാ യുഗങ്ങളിലും പിതാവ് ജനിച്ചിരുന്നു. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തുള്ള ദൈവം പ്രകാശം സത്യനിലനിർത്ത സത്യവും ജനിച്ച് വിശ്വസിക്കപ്പെടാതെ പിതാവായ സത്യലേഖനമാണ്. അവിടെ നമ്മുടെയായി സദ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ സ്വർഗത്തിലായി പരിശുദ്ധാത്മാവിനെ ധനികാവസ്ഥയും സ്വീകരിച്ച് മനുഷ്യരായത്തിൽ പാദ്യസ്ഥകാലത്ത് നമുക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട്. വീട് സഹിച്ച് മനുഷ്യടക്കത്തിൽ വിശ്രമനുസരിച്ച് 3-ാം ദിവസം ഇരിക്കുകയും സ്രോതത്തിലേക്ക് അറിയിക്കുകയും പിതാവിനെ വാർത്തയ്ക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും സ്വീകരിക്കുക. അവിടെ മഹത്വത്തിന് വേണ്ടി അവിടെ രാജ്യത്തിന് അവസരം ആഗ്രഹിക്കുക. കർത്താവ് ജീവിക്കുക. പിതാവിൽ പുത്രനും പുറപ്പെടുന്നത് പിതാവിനും പുത്രനൊപ്പം ആരാധിക്കുന്ന സ്തുതിക്കപ്പെടുന്നത് പ്രവാചക സംസാരിച്ചമാരും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശേഷതവും സാർവത്രികവും അപസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളിൽ മതത്തിനായാലും ഏകദേശം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെപ്പം വരാനിരിക്കുന്ന ജീവിതം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാർ, നമ്മുടെ നിരവധി ആവശ്യങ്ങൾ കർത്താവിനെ സമർപ്പിച്ച് കർത്താവിനുള്ള പ്രാർത്ഥനകൾ കഴിച്ചുകൊണ്ട് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുവേണ്ടി എല്ലാ കർദിനാൾമാർക്കും വേണ്ടി അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനും വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ സന്യാസികൾ അവർ ബലം വെച്ചിരിക്കുന്ന പ്രിയ ജനത്തെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ അധിപന്മാർ, സഹപ്രവർത്തകർ, പൊതുനന്മയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദുരന്ത നിവാരണ അംഗങ്ങളെയും പ്രത്യേകിച്ച് ശുശ്രൂഷ കലങ്ങിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തൊക്കെ യാത്ര ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, കപ്പലിലും പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരെ കാത്തുകൊള്ളണമേ. കരിപ്പൂരിലും പ്രത്യേകിച്ച് രാജ്യമലയിലും പ്രത്യേക തീരദേശങ്ങളിലൊക്കെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. കൊറോണ രോഗത്താലും വിവിധ ആവശ്യങ്ങളിലും കഷ്ടപ്പാടനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുകയും കാത്തുകൊള്ളണമേ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരെയും രാജ്യമലയും കരിപ്പൂരിലൊക്കെ മറുപടി എല്ലാവരെയും സുഖസനെ സ്വീകരിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കേണപേക്ഷിക്കുന്ന അങ്ങയുടെ മകളായ ഞങ്ങളുടെ കനയായി ഞങ്ങൾ വ്യക്തിപരമായി ഇപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ അപേക്ഷകളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ ദമ്പതികളെയും ഭാര്യ ഭർത്താക്കന്മാരെയും മക്കളെയും എല്ലാവിധ ആപത്തുകളും മഴക്കെടുതിൽ കാത്തുകൊള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജീവിതം
പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അങ്ങേക്കർപ്പിക്കുവാനായി അങ്ങ് കാരുണ്യപുരം നൽകിയ അങ്ങേ ശക്തിയാൽ ഞങ്ങൾ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന സഭയുടെ കാണിക്കകൾ സംപ്രീതിയോടെ സ്വീകരിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. അതുവഴി പാപത്തിന്റെയും മരണത്തിന്റെയും ദുഃഖത്തിൽ നിന്നും ഈ മഹത്വത്തിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട വംശരാജകീയ പൗരോഹിത്യം, വിശുദ്ധമായ ജനം, സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങേ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ അന്ധകാരത്തിൽ നിന്നും അങ്ങേ വിസ്മരണീയമായ പ്രകാശത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരും വിശുദ്ധരോടും ചേർന്ന് എളിമയോടെ ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ കുറിച്ച് നോക്കാം. സമസ്ത സമർപ്പിച്ചാൽ സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാതൃകരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും ഭാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തരെ നന്ദി പറയുന്നു. ജീവന്റെ ഒപ്പം രക്ഷകന്മാരെ മാത്രം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിലെ ചേർന്നത് കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിമന്യ ജോസഫ് പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ പുത്രന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിൽപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണനിത്യങ്ങളും ദൈവമേ ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബം മരിച്ചുപോയ എല്ലാവരും മക്കളുടെ ഈ എളിയവരായ ഞങ്ങളെയും ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേർന്ന എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഭവിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിസകന്യകാവരയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്തിലേക്ക് മധ്യസ്ഥം സൗഖ്യ മധ്യസ്ഥമായ ശ്രദ്ധയാണ് അപ്പസ്തലത്തോടും എല്ലാ വിശുദ്ധമത്തിൽ നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവ് ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും ഒരുമിച്ച് കരങ്ങളേറ്റുമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നവർ ഞങ്ങളെ ഏറ്റവും ശ്രമിക്കണമേ. ഞങ്ങളെ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്തട്ടെ, തിന്മയെ രക്ഷിക്കണം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ രക്ഷിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം നിറഞ്ഞ അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങൾ യേശുവിനെ ആഗമനം പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണേശ്വരമായതാൽ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഞങ്ങളിപ്പോൾ പാവങ്ങൾ മുതലാകി എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസങ്ങളുമാക്കും അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യം കൽപ്പിച്ചുകയാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കുന്നു. കർത്താവായ ഈശോയേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആരോപിയാൽ എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും നേർവരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. സർവശക്തനായ ദൈവം, ഞങ്ങൾ കൊണ്ട് സ്വർഗീയമായ പ്രകാശീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിന്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യഭോജനം സമാപിച്ച് ദൈവത്തെ സർവേശ്വര പാലകൻ കൈ
മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവ്, ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ യേശുപിതാവെ, കുടുംബങ്ങളെ സംരക്ഷിക്കണം, തൊഴിലാളികളെ മാതൃകയും നന്മ മധ്യസ്ഥമായി അങ്ങനത്തെ സഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും യേശുപിതാവിനെയും പരിശുദ്ധമായ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് എല്ലാ അപ്പോസ്തലന്മാരും എല്ലാ വിശുദ്ധരും ചേർന്ന് ഈ നവനാൾ പ്രാർത്ഥനയിച്ചുവെല്ലാം അങ്ങയിൽ അഭേദ്രൻ ഒരിക്കലും കൈവിടില്ലായി ഞങ്ങളറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയം ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയ ശാരീരികമായ എല്ലാ വിശേഷിയാണ് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ കുപ്പി കണ്ണു കളിച്ച് നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കരിപ്പൂരിൽ മരണമടഞ്ഞ എല്ലാ വ്യക്തികളുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. അതുപോലെ രാജ്യമായ പ്രത്യേകമാവിധം മണ്ണിടിച്ചുള്ള മരണമടഞ്ഞ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇതുവരെ കണ്ടെത്താനാവാതെ വിഷമിക്കുന്ന മണ്ണിൽപ്പെട്ടുപോയിരിക്കുന്ന എല്ലാവരെയും കണ്ടെത്തുവാണ് കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. അതുപോലെ മഴക്കെഴുതിയാണ് വെള്ളപ്പൊക്കത്താലൊക്കെ പ്രയാസങ്ങൾ എല്ലാ മക്കളെയും കാക്കണമേ, സംരക്ഷിക്കണമേ. ഒരുമിച്ചുള്ള ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥമായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികൾ മാതൃകയും എല്ലാവിധ വിപത്തുകളും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നിരവധി പാവങ്ങളും പരിഹാരമായി ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. തിരുസഭയുടെ പാലകനായ യേശുപിതാവേ, തിരുസഭയ്ക്ക് വഹിക്കണം. ഗോത്രപിതാവായ യേശുപിതാവേ, എല്ലാം എല്ലാം പരിശുദ്ധമറിയും എല്ലാം അങ്ങേ അനുകരിക്കണം. ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണം, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സുകളിലെ പോലെ വേണ്ട തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അതിലെ പോലെ ദൈവത്തിൻ തിരുസുധനേ പോറ്റി വളർത്തിയ പിച്ചുകിടാങ്ങളായി ഞങ്ങളനാഥരായി കേൾവി കണ്ണീരിൽ കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഔസേപിതാവേ, ദാവീദിന്റെ സന്താനമേ, ഗോത്രപ്രവാസമേ, ദൈവത്തിന്റെ ഭർത്താവേ, കന്യകാമരിച്ചതാൾക്കാർ, ദൈവസ്വവർത്തിതാവേ, വിശ്വാസാളെ സംരക്ഷിക്കും തിരുവനന്തപുരത്തലവനെ, ഇത്രയും നീതിമാനായ ഔസേപിതാവേ, ഇത്രയും വിവേകൗസേപിതാവേ, ഇത്രയും ധീരനായ ഇത്രയും കീഴ്വൗസേപിതാവേ, ഇത്രയും വിശ്വസ്തനായ ഔസേപിതാവേ, ഇഷ്ടമുള്ള ഔസേപിതാവേ, സ്നേഹിതാവ്, തൊഴിലാളികളുടെ മാർഗ്ഗം, കുടുംബത്തിലെ അഭിമാനമേ, കനിയാളെ സംരക്ഷണം, കുടുംബങ്ങളെ ആധാരമേ, രോഗികളെ ആശ്രയം, ലോകപാവങ്ങൾ നീക്കി ദൈവത്തെ ലോകപാവങ്ങൾ നീക്കി ദൈവത്തെ ലോകപാവങ്ങൾ നീക്കി ദൈവം അദ്ദേഹത്തെ തന്റെ ഭാവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനികാമരത്തിന്റെ ഭർത്താവായ യേശുപിതാവിനെ തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ ദൈവം, ഭൂമി സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന നിമിഷത്തിൽ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥമായി കരുതേണ്ടത് ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളത്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ
ആശ്വാസമായ ദൈവം, അങ്ങേ പുത്രൻ്റെ വളർത്തുപിതാവിൻ്റെ പിതാവിൻ്റെ ആദ്യശാലിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും പ്രദേശമാകുന്നു സ്വർഗീയാനിക്കും സാരികാനിക്കും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയേണ്ടേ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു വിളിച്ചല്ലോ. കർത്താവ് രക്ഷിക്കണമേ എന്ന് ഞങ്ങളും അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ ജനതയെ രക്ഷിക്കണമേ. ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും എല്ലാ ആപത്തുകളും എല്ലാ അപകടങ്ങളും വെള്ളപ്പൊക്കത്തിൽ നിന്നും ശക്തമായ മഴയിൽ നിന്നും എല്ലാ അപകടങ്ങളും എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ. ദൈവമേ, അങ്ങയുടെ മകനായ മകളായ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രക്ഷിക്കണമേ എന്ന് പത്രോസ്ലീഹ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് രക്ഷിച്ചുവല്ലോ. അതിനായി ബർത്തലോമിയ അദ്ദേഹം വഴിയരികിൽ വളരെ കാഴ്ചയില്ലാത്ത മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ. കർത്താവിന്റെ പുത്ര, ഞങ്ങളെ മേൽ കനിയണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. കുഷ്ഠരോഗികൾ കാര്യം പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. കർത്താവെ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളെയും എല്ലാ ആപത്തുകളും എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ബന്ധുക്കളെ, ഞങ്ങളുടെ ജോലി സ്ഥാപനങ്ങളെ, ഞങ്ങളുമായി ഇടപെടുന്ന എല്ലാവരെയും അങ്ങയുടെ രക്ഷയുടെ കരങ്ങളിലേക്ക് അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒപ്പമായിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭാരാധന. രക്ഷിക്കണമേ യേശുവേ, ഞങ്ങളെല്ലാവരും രക്ഷിക്കണമേ, കരങ്ങൾ നീട്ടി രക്ഷിക്കണമേ. കാറ്റേ കടലേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. मेरी
തൃക്കൺ